Hi everyone, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്രീം കേക്ക് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ടീ കേക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒരു കപ്പിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിവാക്കിയിട്ട് ആ ഒരു അളവിലുള്ള പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് വലിയ ജാറിലാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ചെറിയ ജാറിലായിരുന്നു ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ പൊടിയാത്തത് കൊണ്ട് ഞാൻ വലിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ബട്ടറാണ്. ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് 1/2 കപ്പ് വേണ്ടത്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ടീ കേക്കിലേക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകുക ബട്ടറാണ് കേട്ടോ. അപ്പോൾ ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ബട്ടറിൻ്റെ പകരം വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാരയും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ആദ്യം ഇട്ട് കൊടുത്ത ബാച്ച് ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടിയതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിട്ട് കിട്ടണം കേട്ടോ. ബട്ടറും പഞ്ചസാര പൊടിയും കൂടെ. ഇപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുഴുവൻ പഞ്ചസാര പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം. ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഓരോ മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയൊന്ന് ബട്ടറിലായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇനി അടുത്ത മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടർ ചേർക്കുന്ന കേക്കിൽ നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്താൽ പിന്നെ മറ്റു ഉള്ള കേക്കുകളോട് പോലെ ഒരുപാട് സമയം ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നാലും മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല. ആ ബട്ടറിൻ്റെ സ്മെല്ലായിരിക്കും. ബട്ടറിൻ്റെ സ്മെല്ലും രുചിയും ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത് ഈ കേക്കിൽ. ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2-3 ബാച്ചായിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേശ്ശെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൊത്തം 1/4 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു തടിത്തവ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ടയൊന്നുമില്ലാതെ പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് വിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇട്ട് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അല്പം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുഴുവൻ പാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ അതാ പൊടികളൊക്കെ ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ടീ കേക്കിനൊക്കെ വേണ്ടത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഓവൻ ഇല്ലാത്ത നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ ബേക്ക് ചെയ്തെടുക്കുക. മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതൊന്ന് ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളൊരു മാവായതുകൊണ്ട് നമുക്കിതുപോലെ നിരത്തി കൊടുക്കണം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ ഒരു 35-40 മിനിറ്റ് വരെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. 40 മിനിറ്റാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. പിന്നെ ഓരോ ഓവനിൻ്റെയും ടെമ്പറേച്ചറിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ബേക്കിങ്ങിൻ്റെ ടൈം കുറയും കൂടുകയൊക്കെ ചെയ്യും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ശരിക്കും ടീ കേക്ക്, പ്ലം കേക്ക് അങ്ങനത്തെ കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഞാനിത് പിറ്റേ ദിവസമാണ് ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് എടുക്കുന്നത്. ഒരു കത്തി വെച്ചിട്ട് നമുക്കിതുപോലെ സൈഡൊന്ന് വിടിച്ച് കൊടുത്ത ശേഷം ഡീമോൾഡ് ചെയ്യാം. ഇനി അടിയിലുള്ള ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് കേക്കിനെ കട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ടീ കേക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ പീസാക്കി എടുക്കാം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. ശരിക്കും ഇതിൽ ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്